ഹായ് ഓൾ, എല്ലാവർക്കും ഇൻ LiFE EdU അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റുമാണ്. റിസർച്ച് അസിസ്റ്റൻറ്റിന് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ ഈ ചാനലിലൂടെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കണം. കൂടാതെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. According to Kintley Berger, the balance of payment of a country is a systematic record of all economic transactions between the residents of the reporting country and residents of foreign countries during a given period of time. It is a double-entry system of record of all economic transactions between the residents of the country and the rest of the world carried out in a specific period of time. ഒരു സ്പെസിഫിക് ടൈം പീരീഡിൻ്റെ ഉള്ളിൽ നടക്കുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇക്കണോമിക് ട്രാൻസാക്ഷൻസിനെ സിസ്റ്റമാറ്റിക്കലി റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന രണ്ട് രാജ്യങ്ങൾ, ഒന്ന് റെസിഡൻസ് ഓഫ് ദ റിപ്പോർട്ടിംഗ് കൺട്രിയും കൂടാതെ റെസിഡൻസ് ഓഫ് ദ ഫോറിൻ കൺട്രിയും ആയിരിക്കും. റെസിഡൻസ് ഓഫ് ദ റിപ്പോർട്ടിംഗ് കൺട്രിയും റെസിഡൻസ് ഓഫ് ദ ഫോറിൻ കൺട്രിയും ഒരു ടൈം പീരീഡിൻ്റെ ഉള്ളിൽ നടത്തുന്ന ഇക്കണോമിക് ട്രാൻസാക്ഷൻസ് സിസ്റ്റമാറ്റിക്കലി റെക്കോർഡ് ചെയ്യുന്നു. അതിനെയാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഫോളോ ചെയ്യുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ആയിരിക്കും. അടുത്തത് RBIയുടെ ഒരു ഡെഫിനിഷനാണ്. അക്കോർഡിംഗ് ടു RBI, the balance of payment of a country is a systematic record of all economic transactions between the residents of a country and the rest of the world. It presents a classified record of all received on account of goods exported, services rendered and capital received by residents and payments made by them on account of goods imported and services received from the capital transferred to non-residents or foreigners. നെക്സ്റ്റ് വൺ, ഫീച്ചേഴ്സ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ഒരു 4 ഫീച്ചേഴ്സാണ് പറയുന്നത്. ഇതിൽ വരുന്ന ഒന്നാമത്തെ ഫീച്ചർ, ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഓൾ ഇക്കണോമിക് ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ വൺ കൺട്രി ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇക്കണോമിക് ട്രാൻസാക്ഷൻസിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് റെക്കോർഡാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. സെക്കൻഡ് വൺ, ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ട്രാൻസാക്ഷൻസ് വിസിബിൾ ആസ് വെൽ ആസ് ഇൻവിസിബിൾ. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ എല്ലാ കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, വിസിബിൾ ആയിക്കൊള്ളട്ടെ ഇൻവിസിബിൾ ആയിക്കൊള്ളട്ടെ. തേർഡ് വൺ, ഇറ്റ് റിലേറ്റ്സ് ടു എ പീരീഡ് ഓഫ് ടൈം, ജനറലി ഇറ്റ് ഈസ് എൻ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് റിലേറ്റ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ടൈം പീരീഡിനെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഒരു ആനുവൽ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് തന്നെ പറയാം. ലാസ്റ്റ് വൺ, ഇറ്റ് അഡോപ്റ്റ്സ് a double entry bookkeeping system. It has two sides, credit side and a debit side. Receipts are recorded on the credit side and payments on the debit side. നമ്മൾ പറഞ്ഞു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഫോളോ ചെയ്യുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ആണ്. ഇതിൽ രണ്ട് സൈഡ് വരുന്നുണ്ട്, ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും. റിസീപ്റ്റ്സ് റെക്കോർഡ് ചെയ്യുന്നത് ക്രെഡിറ്റ് സൈഡിലും പേയ്മെൻറ്റ്സ് റെക്കോർഡ് ചെയ്യുന്നത് ഡെബിറ്റ് സൈഡിലും ആയിരിക്കും. നെക്സ്റ്റ് വൺ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് സ്ട്രക്ചർ ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഇതിൽ 3 തരത്തിലുള്ള അക്കൗണ്ടാണ് പറയുന്നത്. ആദ്യത്തെ കറണ്ട് അക്കൗണ്ട്, സെക്കൻഡ് വൺ ക്യാപിറ്റൽ അക്കൗണ്ട്, തേർഡ് വൺ ഫിനാൻഷ്യൽ അക്കൗണ്ട്. ഇതിലെ ഫസ്റ്റ് വൺ കറണ്ട് അക്കൗണ്ട്. ദ കറണ്ട് അക്കൗണ്ട് ഈസ് യൂസ്ഫുൾ ഫോർ മോണിറ്ററിംഗ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. Thus, this account covers all the payments and receipts that are made with respect to manufactured goods and raw materials. Furthermore, it also includes a receipt from tourism, engineering, business services, transportation, etc. There are many categories of trades that occur between the countries. These trades could be visible or invisible. When trades happen in goods between the countries, then it is called as visible items, while the trade happening in import or export of services is referred to as invisible items. ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഔട്ട്ഫ്ലോയും ഇൻഫ്ലോയും മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് അക്കൗണ്ടിനെയാണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്.
ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്നതും റോ മെറ്റീരിയൽസും കൂടാതെ അതുമായി റിലേറ്റ് ചെയ്ത പേയ്മെൻറ്റ്സും റിസീപ്റ്റും കവർ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മറ്റു റിസീപ്റ്റ്സ് ആണ് ടൂറിസത്തിൽ നിന്നുള്ള റിസിപ്റ്റ്, എഞ്ചിനീയറിംഗ്, ബിസിനസ്, സർവീസസ്, ട്രാൻസ്പോർട്ടേഷൻ. ഇതിൽ നിന്നെല്ലാമുള്ള റിസീപ്റ്റിനെ കറണ്ട് അക്കൗണ്ടിൽ വിസിബിൾ ഐറ്റംസും ഇൻവിസിബിൾ ഐറ്റംസും റെക്കോർഡ് ചെയ്യുന്നു. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഗുഡ്സുമായി റിലേറ്റ് ചെയ്ത ട്രാൻസാക്ഷൻസ് ആണ് നടക്കുന്നതെങ്കിൽ അതിനെ വിസിബിൾ ഐറ്റംസ് എന്നും, കൂടാതെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യുന്നത് സർവീസസ് ആണെങ്കിൽ അത്തരത്തിന് ഇൻവിസിബിൾ ഐറ്റംസും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കറണ്ട് അക്കൗണ്ടിൽ വിസിബിൾ ഐറ്റംസും ഇൻവിസിബിൾ ഐറ്റംസും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ ആണ് ക്യാപിറ്റൽ അക്കൗണ്ട്. The capital transactions that occur between the countries are monitored under the capital account. These capital transactions include the sale and purchase of assets like properties. Furthermore, the capital account also includes the flow of taxes, sales and purchases of fixed asset for a migrant moving in or out of the country. The three major elements of the capital account are investment, foreign exchange reserves, and loans and borrowings. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ വരുന്ന രണ്ടാമത്തെ സ്ട്രക്ചറാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ അത്തരം ട്രാൻസാക്ഷൻസിനെ മോണിറ്റർ ചെയ്യുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ അണ്ടറിലായിരിക്കും. ഇതിൽ വരുന്നത് പ്രോപ്പർട്ടീസിൻ്റെ സെയിലോ കൂടാതെ പർച്ചേസോ, അസറ്റിൻ്റെ സെയിലോ പർച്ചേസോ എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിലായിരിക്കും. ഇതുകൂടാതെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ടാക്സസിൻ്റെ ഫ്ലോസ്, കൂടാതെ ഫിക്സഡ് അസറ്റിൻ്റെ സെയിലോ പർച്ചേസോ. ക്യാപിറ്റൽ അക്കൗണ്ടിൽ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് പറയുന്നത്: ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്, ലോൺ ആൻഡ് ബോറോയിങ്സ്. ഈ 3 എണ്ണമാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ വരുന്ന മൂന്നാമത്തെ സ്ട്രക്ചറാണ് ഫിനാൻഷ്യൽ അക്കൗണ്ട്. ദ ഫ്ലോ ഓഫ് ഫണ്ട്സ് ടു ആൻഡ് ഫ്രം ഫോറിൻ കൺട്രീസ് വിയ വേരിയസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ റിയൽ എസ്റ്റേറ്റ്, FDI, business ventures, etc. are monitored through the financial account. Also, this account measures the variation in foreign ownership. When you analyze this, you can understand whether a country is acquiring more or selling more. ഫോറിൻ കൺട്രീസിൽ നിന്നുള്ള ഫണ്ടിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിലായിരിക്കും. അതായത് ഫോറിൻ കൺട്രീസിൽ നിന്നുമുള്ള ഇൻവെസ്റ്റ്മെൻറ്റോ, റിയൽ എസ്റ്റേറ്റിൽ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റോ, ഫോറിൻ കൺട്രീസിൽ നിന്നുള്ള FDI കൂടാതെ ബിസിനസ് വെഞ്ചേഴ്സ് ഇതിൽ നിന്നുമുള്ള ഫണ്ടിൻ്റെ ഫ്ലോ ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതെല്ലാം മോണിറ്റർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിലായിരിക്കും. കൂടാതെ ഫോറിൻ ഓണർഷിപ്പിൽ വരുന്ന വേരിയേഷൻസ് എല്ലാം ഫിനാൻഷ്യൽ അക്കൗണ്ട് മെഷർ ചെയ്യുന്നു. നെക്സ്റ്റ് വണ്ണാണ് ബാലൻസ് ഓഫ് ട്രേഡ് അഥവാ BOT. The difference between a country's import and its export. BOT is the largest component of a country's BOP. Debit items include imports, foreign aid, domestic spending abroad and domestic investments abroad. Credit items include export, foreign spending in the domestic economy and foreign investment in the domestic economy. When exports are greater than imports, then the BOT is favorable, and if imports are greater than exports, then it is unfavorable. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ വരുന്ന ലാർജസ്റ്റ് കോമ്പോണൻറ്റിനെയാണ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. ഇതിൽ 2 ഐറ്റംസ് ആണ് പറയുന്നത്. ഒന്ന് ഡെബിറ്റ് ഐറ്റംസും സെക്കൻഡ് വൺ ക്രെഡിറ്റ് ഐറ്റംസും. ഇതിൽ വരുന്ന ഡെബിറ്റ് ഐറ്റംസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇമ്പോർട്ട് ആയിരിക്കും, ഫോറിൻ എയ്ഡ്, ഡൊമസ്റ്റിക് സ്പെൻഡിങ് അത്തരം കാര്യങ്ങൾ. ബാലൻസ് ഓഫ് ട്രേഡിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസ് എക്സ്പോർട്ട്, ഡൊമസ്റ്റിക് ഇക്കണോമിയിലുള്ള ഫോറിൻ സ്പെൻഡിങ് കൂടാതെ ഡൊമസ്റ്റിക് ഇക്കണോമിയിലുള്ള ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതൊക്കെയാണ് ക്രെഡിറ്റ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ബാലൻസ് ഓഫ് ട്രേഡിൽ ഇമ്പോർട്ട്സിനേക്കാൾ കൂടുതലാണ് എക്സ്പോർട്ട് എങ്കിൽ അവിടെ ബാലൻസ് ഓഫ് ട്രേഡ് ഫേവറബിളും, എന്നാൽ ഇമ്പോർട്ടിനേക്കാൾ കമ്മിയാണ് എക്സ്പോർട്ട് എങ്കിൽ അവിടെ ബാലൻസ് ഓഫ്
ട്രേഡ് അൺഫേവറബിളുമായിരിക്കും. അടുത്തത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റും ബാലൻസ് ഓഫ് ട്രേഡും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ പറയുന്നത് ഇറ്റ് ഈസ് എ ബ്രോഡ് ടേം, എന്നാൽ ബാലൻസ് ഓഫ് ട്രേഡ് ഇറ്റ് ഈസ് എ നാരോ ടേം. അതായത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ ഒരു കോമ്പോണൻ്റ് ആണ് ബാലൻസ് ഓഫ് ട്രേഡ്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഓഫ് ട്രേഡ് ഒരു നാരോ ടേം ആണെന്ന് പറയാം. സെക്കൻഡ് വൺ, ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു വിസിബിൾ, ഇൻവിസിബിൾ ആൻഡ് ക്യാപിറ്റൽ ട്രാൻസ്ഫേഴ്സ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ വിസിബിൾ ആയിട്ടുള്ളതും ഇൻവിസിബിൾ ആയിട്ടുള്ള എല്ലാ കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ബാലൻസ് ഓഫ് ട്രേഡിൽ വിസിബിൾ ഐറ്റംസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. തേർഡ് വൺ, ഇറ്റ് ഓൾവേസ് ബാലൻസ് ഇറ്റ് സെൽഫ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കും. ഇറ്റ് ക്യാൻ ബി ഫേവറബിൾ ഓർ അൺഫേവറബിൾ. ബാലൻസ് ഓഫ് ട്രേഡിൽ ബാലൻസ് ഓഫ് ട്രേഡ് ഫേവറബിളോ അല്ലെങ്കിൽ അൺഫേവറബിളോ ആയിരിക്കാം. ഫോർത്ത് വൺ, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഈക്വൽസ് കറണ്ട് അക്കൗണ്ട് പ്ലസ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്ലസ് ഓർ മൈനസ് ബാലൻസിങ് ഐറ്റം. BOT equals net earning on export minus net payment for imports. ലാസ്റ്റ് വൺ, ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ അഫക്റ്റ് ചെയ്യുന്ന മെയിൻ ഫാക്ടേഴ്സ് ആണ് കണ്ടീഷൻസ് ഓഫ് ഫോറിൻ ലെൻഡേഴ്സ്. സെക്കൻഡ് വൺ, ഇക്കണോമിക് പോളിസി ഓഫ് ഗവൺമെൻറ്. തേർഡ് വൺ, ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് BOT. ബാലൻസ് ഓഫ് ട്രേഡിൽ അഫക്റ്റ് ചെയ്യുന്ന മെയിൻ ഫാക്ടേഴ്സ് ആണ് ഫസ്റ്റ് വൺ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. സെക്കൻഡ് വൺ, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്. Third one, exchange rate. Last one, prices of goods manufactured at home. Next one, importance of balance of payment. ഇതിൽ ഒരു 5 ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. ആദ്യത്തെ, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് റെക്കോർഡ്സ് ഓൾ ദി ട്രാൻസാക്ഷൻസ് ദാറ്റ് ക്രിയേറ്റ് ഡിമാൻഡ് ഫോർ ആൻഡ് സപ്ലൈ ഓഫ് എ കറൻസി. സെക്കൻഡ് വൺ, ജഡ്ജ് ഇക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എ കൺട്രി ഇൻ ദ ഷോർട്ട് ടേം. Third one, balance of payment may confirm trend in economy's international trade and exchange rate of the currency. This may also indicate change or reversal in the trend. Fourth one, this may indicate policy shift of the monetary authority of the country. Last one, balance of payment may confirm trend in economy's international trade and exchange rate of the currency. This may also indicate change or reversal in the trend. Next one, the general rule in balance of payment accounting. 2 റൂളാണ് പറയുന്നത്. ആദ്യത്തെ, if a transaction earns foreign currency for the nation, it is a credit and is recorded as a plus item. Second one, if a transaction involves spending of a foreign currency, it is a debit and is recorded as a negative item. അടുത്ത ടോപ്പിക്കാണ് ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്. ഓരോ രാജ്യവും അവരുടെ കറൻസി അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തഡോളജി യൂസ് ചെയ്തിട്ടായിരിക്കും. സെവറൽ മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിസൈഡ് ദ എക്സ്ചേഞ്ച് റേറ്റ്, ഇൻക്ലൂഡിംഗ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്, മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്. ഇതിൽ വരുന്ന 3 കൈൻഡ് ഓഫ് ടൈപ്പാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്, മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്, ലാസ്റ്റ് വൺ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്. ഇതിൽ വരുന്ന ഒന്നാമത്തെ ടൈപ്പാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്. എന്താണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് സംടൈംസ് റെഫേർഡ് ടു ആസ് എ പെഗ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം സിൻസ് ഗവൺമെൻറ്റ്സ് ടെൻഡ് ടു കീപ് ആൻ ഐ ഓൺ എക്സ്ചേഞ്ച് റേറ്റ്സ്. The currency value is pegged either to certain currencies, either individually or collectively, or to its reserves of gold and foreign currencies. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിനെ പറയുന്ന മറ്റു പേരാണ് പെഗ്ഡ് എക്സ്ചേഞ്ച് റേറ്റ്. ഇവിടെ ഡയറക്റ്റ്ലി തന്നെ ഒരു കറൻസിയെ എക്സ്ചേഞ്ച് ചെയ്യുന്നു. അതിനെയാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. എക്സ്ചേഞ്ച് റേറ്റ് എപ്പോഴും തന്നെ ഫിക്സഡ് ആയിരിക്കും. എക്സ്ചേഞ്ച് റേറ്റ് എപ്പോഴും ഫിക്സഡ് ആവുന്നതിൻ്റെ മെയിൻ കാരണം ഗവൺമെൻറ്റിൻ്റെ കൺട്രോളോ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിൻ്റെ കൺട്രോളോ ഫോറിൻ മാർക്കറ്റിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സഡ് ആയിട്ടിരിക്കുന്നത്. എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ബാങ്കിന് ഒരു ഇൻ്റർവെൻഷൻ ഉണ്ടായിരിക്കും. സെക്കൻഡ് വൺ ആണ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. An exchange rate that fluctuates or is flexible is called a floating exchange rate.
The market determines whether it moves or not. The term floating currency refers to any currency subject to a floating regime. The US dollar is an example of a floating exchange currency. എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന രണ്ടാമത്തെ ടൈപ്പാണ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ചിൽ ഒരിക്കലും തന്നെ ഗവൺമെൻറ്റിൻ്റെയോ സെൻട്രൽ ബാങ്കിൻ്റെയോ ഇൻ്റർവെൻഷൻ ഉണ്ടായിരിക്കില്ല. മാർക്കറ്റ് ഫോഴ്സസ്, അതായത് ഫോറിൻ മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ടുള്ള ഡിമാൻഡോ സപ്ലൈയോ ആയിരിക്കും എക്സ്ചേഞ്ച് റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ഫോറിൻ മാർക്കറ്റിൽ ചേഞ്ച് വരുമ്പോൾ എക്സ്ചേഞ്ച് റേറ്റിൽ ചേഞ്ച് വരുന്നു. ഇതിനെയാണ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഇതിന് പറയുന്ന മറ്റു പേരാണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്. ഫോറിൻ മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ടുള്ള ഡിമാൻഡിലോ സപ്ലൈയിലോ ചേഞ്ച് വരുമ്പോൾ എക്സ്ചേഞ്ച് റേറ്റിൽ ചേഞ്ച് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കൈൻഡ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റിനെ ഫ്ലോട്ടിംഗ് അഥവാ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ താഴെ സ്പെക്കുലേഷൻ എന്താണെന്നുള്ളത് ചെറിയൊരു നോട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എവറി നാഷൻ ഹാസ് മണി ആസ് ആൻ അസെറ്റ്. Indians will care more about the British pound's value than they would about the rupees if they believe the rupee will go up in the value. As a result, when people hold foreign exchange hoping to reap the benefits of rising currency values, the exchange rate are also affected. Next one, exchange rates in the long run. Purchasing power parity can be used to make long-term predictions on exchange rate in an exchange rate structure which is flexible. As per the theory, if a business has no frontiers to cross, such as taxation and quotas, then exchange rates must gradually adjust so that the same product costs the same price regardless of whether you are translating into rupees in India, yen in Japan, or dollars in the US, apart from the different modes of transportation. പെഗ്ഡ് ഫ്ലോട്ട് എക്സ്ചേഞ്ച് റേറ്റ് 3 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ പെഗ്ഡ് ഫ്ലോട്ട് എക്സ്ചേഞ്ച് റേറ്റിന് 3 ടൈപ്പാണ് വരുന്നത്. ഇതിൽ വരുന്ന ഒന്നാമത്തെ ടൈപ്പ് ക്രൗളിംഗ് ബാൻഡ്സ്. എന്താണ് ക്രൗളിംഗ് ബാൻഡ്സ് എന്ന് നോക്കാം. എ സെൻട്രൽ ബാങ്ക് വിൽ അലൗ fluctuations in a currency until a specific range that is usually set in advance. The authorities will intervene once the range is breached. These ranges are determined by monetary and economic policies. ക്രൗളിംഗ് ബാൻഡ്സിൽ പറയുന്നത് സെൻട്രൽ ബാങ്ക് കറൻസിയെ ഒരു സ്പെസിഫിക് റേഞ്ച് വരെ ഫ്ലക്ച്വേഷൻസിന് അലോ ചെയ്യുന്നു. എന്നാൽ ആ സ്പെസിഫിക് റേഞ്ച് ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ അതോറിറ്റീസ് ആയിട്ടുള്ള സെൻട്രൽ ബാങ്കോ ഗവൺമെൻറ്റോ അവിടെ ഇടപെടുന്നതായിരിക്കും. ഈ റേഞ്ച് എല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത് മോണിറ്ററി പോളിസിയും ഇക്കണോമിക് പോളിസിയും ആയിരിക്കും. സെക്കൻഡ് വൺ, ഹൊറിസോണ്ടലി പെഗ്ഡ് ബാൻഡ്സ്. ഇറ്റ് റിസംബിൾസ് ക്രൗളിംഗ് ബാൻഡ്സ് എ ബിറ്റ്. നെവർത്തിലെസ്, സെൻട്രൽ ബാങ്ക് അലോ their currencies to fluctuate much more freely, provided that the exchange rate does not exceed 1% of the gross value of its currency. ഹൊറിസോണ്ടലി പെഗ്ഡ് ബാൻഡ്സ് ക്രൗളിംഗ് ബാൻഡ്സിനോട് സിമിലർ ആയിട്ടുള്ള ഒന്നാണ്. സെൻട്രൽ ബാങ്ക് കറൻസി ഫ്രീ ആയിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അലൗ ചെയ്യുന്നു. എന്നാൽ അത് ഒരിക്കലും തന്നെ ഗ്രോസ് വാല്യൂവിൻ്റെ 1%നേക്കാൾ എക്സീഡ് ചെയ്യാൻ പാടില്ല. തേർഡ് വൺ ആണ് ക്രൗളിംഗ് പെഗ്. As a result of the system, the central bank allows its currency to appreciate or depreciate gradually on international market. The currency will have the capability to float if there are any market uncertainties. However, the authorities will intervene if appreciation or depreciation are swiftly followed by one another. This has already happened in Argentina, Vietnam and Costa Rica. ക്രൗളിംഗ് പെഗ്സിൽ പറയുന്നത് കറൻസിയെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അപ്രീസിയേറ്റ് ചെയ്യുന്നതിനും ഡിപ്രീസിയേറ്റ് ചെയ്യുന്നതിനും അലോ ചെയ്യുന്നുണ്ട്. കറൻസിയിൽ ഉണ്ടാകുന്ന അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും വളരെ പെട്ടെന്നാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ അതോറിറ്റീസ് അവിടെ ഇൻ്റർവെയിൻ ചെയ്യുന്നുണ്ട്. ഇത് കൂടുതലായിട്ടും ഹാപ്പൻ ചെയ്യുന്നത് അർജൻറ്റീനയിലും വിയറ്റ്നാമിലും കോസ്റ്ററിക്കയിലുമാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, അതിൻ്റെ മീനിങ്, ബാലൻസ് ഓഫ് ട്രേഡ് എന്താണ്, കൂടാതെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റും ബാലൻസ് ഓഫ് ട്രേഡും തമ്മിലുള്ള കമ്പാരിസൺ, എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷൻ, ഇതൊക്കെയാണ്. എല്ലാവർക്കും
ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കംപ്ലീറ്റ് നോട്ട്സ് PDF ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്